ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ഗ്രഹിപ്പാനിടയായി തീർന്നു. എന്ത് ഗ്രഹിച്ചാലും കേട്ടാലും ഏറ്റവും ആദ്യമേ ഉണ്ടാകേണ്ടത് ആ മനുഷ്യൻ വളരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് സംശയം. രണ്ടാമതാണ് ആ സംശയം ചോദ്യരൂപത്തിൽ വെളിപ്പെട്ട് വരും. ഈ രണ്ട് ഘട്ടങ്ങൾ നടന്നാൽ മാത്രമേ ആ വ്യക്തി ഒരു സ്ഥാനത്തെത്തും എന്നുള്ളതിന് ഉറപ്പുള്ളൂ. അതുകൊണ്ട് നമ്മളാരും പഠിച്ചു നിൽക്കാതെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. കാരണം 1-2 ദിവസം കൊണ്ടോ 1-2 വർഷം കൊണ്ടോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. അനേക നാളുകൾ ഇതിൻ്റെ ഏകദേശ രൂപം, ഇതിൻ്റെ ഏകദേശം 20-25 വർഷം മുമ്പ് ഇതിൻ്റെ രൂപരേഖ ഉണ്ടാക്കിയതിന് ശേഷം ഇതൊരു ചാർട്ടാക്കണമെങ്കിൽ അതിൻ്റേതായ കഴിവുള്ള ഒരാൾ വേണം. അങ്ങനെ ഞാൻ വാവശംബറിനെ അന്ന് വിളിച്ച് അതിന് ചില രൂപരേഖ ഉണ്ടാക്കി അദ്ദേഹം അതിന് സഹായിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ സാധിപ്പിച്ചു തന്നു. പറഞ്ഞു വന്നതിന് സാറിന് ഇതെല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് ഒരാളുടെ ഉള്ളിലേക്ക് സാധിക്കുന്ന കാര്യമല്ല. എങ്കിലും ഇപ്പോൾ നമ്മൾ കേട്ടതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ സംശയം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്, നിശ്ചയമായിട്ടും. അതുകൊണ്ട് ഇനി അത് ഏത് രൂപമാവണം? ചോദ്യരൂപമാകണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അന്വേഷിക്കണം, യാചിക്കണം, പിന്നെ മുട്ടണം. ഈ 3 കാര്യങ്ങൾ വരുമ്പോൾ തുറക്കും, കിട്ടും, കണ്ടെത്തും. അങ്ങനെ കർത്താവിൻ്റെ നാമത്തെ പിൻപറ്റുന്നവർ, കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ജനം ദൈവത്തിൻ്റെ മുൻപാകെ ഉണ്ടാകുമ്പോൾ ആ സഭയുടേതായ മാന്യതയുണ്ട്. ആരെല്ലാം എന്തെല്ലാം പറയും. ഇത് യഥാർത്ഥത്തിൽ നിൽക്കേണ്ട രീതിയിൽ നിന്നാൽ, ആയിരിക്കേണ്ട വണ്ണം ആയിരുന്നാൽ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. സംശയം വേണ്ട. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ്, ഞാൻ നിങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. എന്താ കർത്താവ് ഇവരീ പറയണേ? ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്കൊരു കാഴ്ച കാണിച്ചു. കുറേ തെങ്ങ് നിൽക്കുന്നു, ഒരൊറ്റ എണ്ണത്തിന് ഫലമില്ല, വെറും തെങ്ങ് നിൽക്കുന്നു. അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായി നിങ്ങൾ ശരിയല്ല. അപ്പോൾ അവിടെ ഒന്നൊരു കർത്താവ് ചോദിച്ചു, എന്ത് ശരിയല്ലെന്ന്? മാവേൽ തേങ്ങ കഴിക്കുമോ? ഇല്ല. തെങ്ങേ തന്നെ തേങ്ങ കഴിക്കുള്ളൂ. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ ഫലമില്ലാത്ത നിങ്ങളറിയാം, അത് സംബന്ധിച്ചു. പക്ഷെ തേങ്ങ ഏതേ ഉണ്ടാവുള്ളൂ. ഇത് തെങ്ങാന്ന് മനസ്സിലായോ? ദൈവം കാണിച്ചു തന്നോ? ഫലം കഴിച്ചില്ലെങ്കിൽ അത് ദൈവത്തിന് കുറ്റമല്ല. യഥാർത്ഥത്തിൽ ഫലവൃക്ഷം ഇത് തന്നെ മാത്രമേ ഉള്ളൂ. ഫലം കഴിക്കുന്നില്ലെങ്കിൽ അതിന് വഴി വേറെ. അപ്പോൾ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഉപദേശവുമായിട്ട് നടക്കുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ. എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ പൊരുൾ കിട്ടിയെന്ന് വരില്ല. എല്ലാവർക്കും. നമ്മൾ പ്രായം ചെന്നവരുണ്ട്, അതിൽ പൂർണ്ണ ശ്രദ്ധിക്കാൻ പറ്റാതെ നടക്കുന്നവരുണ്ട്.
ഇങ്ങനെ പല തരത്തിലുള്ള മനുഷ്യർ സഭയിലുണ്ട്. അവർക്കെല്ലാവർക്കും ഇതിന് പൂർണ്ണ പൊരുൾ നടക്കില്ല. പിന്നെ എങ്ങനെ നടക്കും? മന്ന പെറുക്കാൻ സമയത്ത് രാവിലെ പോയി പെറുക്കുക, വെളുപ്പിന് പോയി വീണ് തുടങ്ങുന്നേ ഉള്ളൂ. പെറുക്കി വെളുക്കോളം പെറുക്കി, മണിക്കൂറുകൾ പെറുക്കി, എല്ലാവർക്കും പാത്രത്തിൽ പെറുക്കിക്കൊണ്ട് പോന്നു. വീട്ടിൽ കൊണ്ടുവന്ന് അളന്ന് ചിലർക്ക് സമയം കിട്ടിയില്ല, 10 മിനിറ്റേ പെറുക്കിയുള്ളൂ. പക്ഷെ അളന്നപ്പോൾ എന്ത് ചെയ്തി? എല്ലാവർക്കും ഒരുപോലെ. അതെന്തുകൊണ്ടാണ്? അതാണ് സഭയുടെ പ്രത്യേകത. ഈ സഭയിൽ ആയിരക്കണക്കിന് ആളുണ്ടെങ്കിലും ആ സഭ ഒരുമിച്ച് കൂടി അതിൻ്റെതായ ക്രമത്തിൽ നിൽക്കുന്നത് ഒരു 100 പേർക്ക് ഈ കാര്യത്തിൻ്റെ പൊരുൾ അറിയാവുന്നതെന്നിരിക്കട്ടെ, വിഷമമൊന്നുമില്ല. നാളുകൾക്കുള്ളിൽ ഇത് അളക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ അംശം കിട്ടും. അതുകൊണ്ട് ഇതിനെ പ്രാപിക്കാൻ കഴിവുള്ളവൻ അല്ലെങ്കിൽ പ്രാപിക്കുന്നവൻ ഓർത്തുകൊള്ളണം, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ എൻ്റെ സഭയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഇത് ശ്രദ്ധയോടെ പ്രാപിച്ചെടുക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ അതാണ് നാമം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അതുകൊണ്ട് മനുഷ്യർക്ക് പ്രതിഫലം ലഭിക്കുന്നത്, എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? മനുഷ്യൻ പാപം ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നു പോയതിന് ശേഷം അവൻ പാതാളത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു. എങ്ങനെ പാതാളത്തിലേക്ക് പോകാൻ അവസ്ഥ വന്നു? മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോകും. പാതാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ? കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, ശബ്ദിക്കാൻ പാടില്ല. അതായത് ഇന്ന് കാണുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളൊന്നും വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് അവൻ പോകുന്നു. അതിൻ്റെ ഗൗരവം മനുഷ്യനറിയില്ല. ദൈവം എന്ത് ചെയ്തു? മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അവന് ചെയ്യാൻ തക്കവണ്ണം, പ്രാപിക്കാൻ തക്കവണ്ണമുള്ള പ്രവൃത്തി ചെയ്തതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു ഭാഗമാണ് കർത്താവിൻ്റെ നാമം. അതിപ്പോൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നിൽക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്ത, ഇന്ന് നമ്മൾ രാവിലെ പഠിച്ചത് സംശയമായിട്ട് ആരെങ്കിലും ചോദിക്കാം. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ വിശദമായി പറയാം. ഗ്രഹിച്ചിരിക്കുന്നതിൽ ചോദിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ നാമം എങ്ങനെ ഉളവായി വന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ലോകം സൃഷ്ടിക്കുമ്പോൾ പിന്നെ അബ്രഹാമിന്, മോശയ്ക്ക് കനാൻ ദേശത്തെത്തിയപ്പോൾ, യേശു ജനിച്ചപ്പോൾ, യേശു വളർച്ചാ പൂർത്തീകരണം പ്രാപിച്ചപ്പോൾ, സഭയ്ക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, സഭയ്ക്ക് വിളിച്ചപ്പോൾ, സഭ കഴിഞ്ഞപ്പോൾ, സഭയിൽ വെളിപ്പെട്ടപ്പോൾ, അവസാനം സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ സ്വർഗത്തിൽ ഏതെല്ലാം അവകാശങ്ങളാണ് നമ്മൾ പോകുന്ന ആ സ്വർഗത്തിൽ എത്രയേറെ അവകാശങ്ങളാണ് ഉള്ളത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്ര ഭയങ്കരമായൊരു പ്രതിഫലമാണ് കർത്താവ് ദൈവത്തെ ഒരു കാര്യം ഒരുക്കിയിരിക്കുന്നത്. ഇത് കിട്ടണമെങ്കിൽ ഒറ്റ യോഗ്യതയേ ഉള്ളൂ, ദൈവത്തെ സ്നേഹിക്കണം. ഈ ഒരുക്കിയിരിക്കുന്നത് എന്താ? എന്നെ ഒരുക്കിയിരിക്കുന്നു? ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നെ ഒരുക്കണം പറയാം. ഇത്രയും പേരുണ്ടല്ലോ, നമ്മൾ വണ്ണസുകാരല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരു വലിയ കാര്യം ഒരുക്കി വെച്ചത്, സമ്മാനം. എന്താണ്?
എന്ത് പുറം 11:14 വായിച്ചു. എബ്രായ ലേഖനം 11:14. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. കർത്താവ് സ്വന്തം അവൻ അവർക്കായി എന്തൊരിക്കുകയും ചെയ്തു. നഗരം എന്ന് പറഞ്ഞാൽ നരകമല്ല, നഗരം. നഗരം എന്ന് പറഞ്ഞാൽ പട്ടണം. അത് ഏതാ പട്ടണം? നഗരം എന്ന് പറയുന്നതിൻ്റെ എബ്രായ വേർഡാണ് ഈർ. സമാധാനം എന്നുള്ളതാണ് ശാലേം, ഈർ ശാലേം അല്ലെങ്കിൽ യെരൂശലേം. ഏത് യെരൂശലേം? യെരൂശലേം എത്രയുണ്ട്? നമ്മളിന്ന് പാലസ്തീനിൽ നോക്കുമ്പോൾ അവിടെ ഒരു യെരൂശലേമുണ്ട്. ആ യെരൂശലേമല്ല, പിന്നെയോ സ്വർഗീയ യെരൂശലേം. സ്വർഗീയ യെരൂശലേം ഏതാ? എബ്രായലേഖനം 12:22 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ യെരൂശലേം. അതൊരു പട്ടണമാണ്. വായിക്കണം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേം. പിന്നെ അത് തന്നു വായിക്കണ്ട, സമയം ഒരുപാട് നോക്കും. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേം ഈ പട്ടണമാണ്. ഇതുള്ളതാണോ? ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ പട്ടണത്തിൻ്റെ നീളം എത്രയാണ്? 1200 നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 സ്ഥാദിയോ അല്ലെങ്കിൽ 2400 കിലോമീറ്റർ. ഇവിടുന്ന് ഡൽഹി വരെയുള്ള ദൂരം ഏകദേശം. ഇവിടുന്ന് ഏകദേശം ഡൽഹി വരെയുള്ള ദൂരം. അത്രയും വീതി, പിന്നെ അത്രയും ഉയരം. ഇതാണ് ഈ പട്ടണം എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരം. ഇതിന് നടുക്കാണ് ഒരു പർവ്വതം. ഈ പർവ്വതമാണ് ഏത്? സിയോൻ പർവ്വതം. ഈ പർവ്വതം ഒരാള് ഇവിടുന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാണണം? ആദ്യം ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കണം. ഈ പട്ടണത്തിൽ ഗോപുരങ്ങളുണ്ട്. ഈ ഗോപുരത്തിൽ കൂടി അകത്ത് കിടക്കുന്ന പട്ടണത്തിലേക്കാണ്. പട്ടണം കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ പിന്നെന്താ? പർവ്വതമാണ്. പർവ്വതം ഏതാ? സിയോൻ പർവ്വതം. പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ? ഒരു കൂടാരം. അതാണ് യഹോവയുടെ കൂടാരത്തിൽ ആറ് വസിക്കുമെന്ന് ചോദിച്ചത്. മേളിലൊരു കൂടാരമാണ്. കൂടാരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലം. അതിനപ്പുറത്തേക്ക് കിടന്നാൽ അതിവിശുദ്ധ മന്ദിരമാണ്. അത് മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മളെല്ലാം പോകാനിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യമേ എങ്ങോട്ട് പ്രവേശിക്കണം? ഗോപുരത്തിൽ കൂടി പട്ടണത്തിൽ പ്രവേശിക്കണം. പട്ടണത്തിൽ നിന്ന് എങ്ങോട്ട് കിടക്കണം? സിയോൻ പർവ്വതത്തിലേക്ക് കിടക്കണം. പർവ്വതത്തിലേക്ക് നിന്ന് എങ്ങോട്ട് കിടക്കണം? ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് കിടക്കണം. മന്ദിരത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കിടക്കണം. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ആ സിംഹാസനത്തിലാണ് യേശു പോയി ഇരുന്നത്. യേശു പോയി അവിടെ ഇരിക്കുന്ന അവിടെയാണ്. നമ്മയും അവിടെ ഇരുത്താമെന്നാണ് വാർത്ത. അവിടെ ഇരിക്കണമെന്നുള്ള യോഗ്യത രാവിലെ പഠിച്ചത്. ഏത് വേണം? പറഞ്ഞുപോയി. കർത്താവിൻ്റെ നാമത്തെ അവകാശമാക്കിയ യേശുവിൻ്റെ സഹോദരങ്ങൾ മാത്രമേ ആ സിംഹാസനത്തിൽ കയറുള്ളൂ. വേറെ ആരും അവിടെ പ്രവേശിക്കില്ല. അവിടെ ഇരുന്നുകൊണ്ടാണ്, അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പം എല്ലാവരും ഫുൾ കൈ വെള്ള ഷർട്ട് ഇട്ട് എപ്പോഴും വെള്ളം ധരിച്ചോളും വേദപുസ്തകം അവരെ സ്വർഗ്ഗത്തിൽ പോകാനിരിക്കുന്നു. ആയിക്കോട്ടെ, നല്ല കാര്യം. എല്ലാവരും ആരും പോകാതിരിക്കുന്നതെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ വ്യവസ്ഥ കർത്താവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ മുഖത്തിന് കർത്താവിൻ്റെ നാമം എന്തൊക്കെ എന്താ വിളിച്ച കേട്ട് വിശ്വസിച്ച് വെളിപ്പെട്ട്
വിളിച്ചപേക്ഷിച്ച് ധരിച്ച് നാമത്തിൽ പ്രവർത്തിച്ച് ആ നാമത്തിൽ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗം ആ നാമം അവകാശമാക്കി തരുമാറ് ആ നാമം മഹത്വപ്പെട്ടു കഴിഞ്ഞാൽ അവന് പോകാം, അല്ലാത്തവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇത്രയും ഭയങ്കരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി. അപ്പം ഇനിയെങ്കിലും പറയണം, എന്താ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് എന്താണ്? ഒരു നഗരം, ഒരു പട്ടണം. ആ പട്ടണത്തിൻ്റെ പേരാണ് സ്വർഗീയ യെരൂശലേം. അതിപ്പോൾ എവിടെയാ? വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ അത് വരുന്നു. യോബിന്റെ പുസ്തകം വായിക്കും. യോബിന്റെ പുസ്തകം എടുത്താ കിട്ടിയ ആർക്കെങ്കിലും 37:22. വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ അത് വരുന്നു. അകത്ത് നിന്ന് അകലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ? സ്വർണം, മിനുക്കിയ സ്വർണം പോലെ കാണാൻ പറ്റുള്ളൂ. ഇത് എവിടെ നിന്നോണ്ടിരിക്കുക? വടക്ക് നിന്ന്. അതാണ് അതിനും പറയുന്നത് ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. ഉത്തരഗിരി എന്ന് പറഞ്ഞാൽ വടക്കേ അറ്റത്തുള്ള പർവ്വതം. അവിടെയാണ് നമ്മുടെ കർത്താവ് വസിക്കുന്ന പർവ്വതത്തിൻ്റെ പേരാണ് സമാഗമന പർവ്വതം. ദൈവവും തൻ്റെ സകല സൃഷ്ടിയും തമ്മിൽ ഒരുമിച്ച് കൂടുന്ന ഇടമാണ് സമാഗമന പർവ്വതം. ദൈവവും മനുഷ്യൻ തമ്മിൽ ഒരുമിച്ച് കൂടുന്ന ഇടമാണ് സമാഗമന കൂടാരം. അങ്ങനെ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഒരുമിപ്പിക്കുന്ന വിശുദ്ധ മന്ദിരമാണ് യേശുവിൻ്റെ ശരീരം. ക്രിസ്തു യേശുവിലാണ് നമ്മൾ സ്വർഗവുമായിട്ട് ഒന്നിച്ചിരിക്കുന്നത്. അതിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞേ? വടക്ക് നിന്ന് വന്നുകൊണ്ടിരിക്കുക. ആ വടക്ക് നിന്ന് വരുന്ന ഇവിടെ എത്തും. എവിടം വരെ എത്തും? ഭൂമിയോട് അടുത്ത് നിൽക്കും. ഭൂമിയോട് അടുത്ത് നിന്ന് കഴിയുമ്പോൾ ഈ ലോകത്തിൽ കർത്താവ് 1000 വർഷം ഈ ഭൂമിയെ ഭരിച്ച് തീർന്നിരിക്കും. തൻ്റെ ജനത്തെ ദൈവം അങ്ങോട്ട് പ്രവേശിപ്പിക്കും. എങ്ങോട്ട്? ഈ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി പ്രവേശിപ്പിക്കും. അങ്ങനെ അവർക്ക് അവകാശം കൊടുക്കും. ഈ പട്ടണത്തിൽ മനുഷ്യർക്ക് അവകാശം കൊടുക്കുമ്പോൾ അവരെവിടെയെല്ലാം ഉണ്ടാകും? ഏറ്റവും ശ്രേഷ്ഠമായൊരു കൂട്ടം ദൈവസിംഹാസനത്തിലുണ്ടാകും. അവരാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ തിരുസഭ. അവരെവിടെ ഇരിക്കുന്നത്? ഒരു ദൈവസിംഹാസനത്തിൽ. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത കൂട്ടം, ഈ സിംഹാസനത്തിന് മുമ്പിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വലിയൊരു കൂട്ടം ഉണ്ടാവും. ഇപ്പം എത്ര കൂട്ടമായി എന്ന് പറഞ്ഞേ? സിംഹാസനത്തിലൊരു കൂട്ടം, ചുറ്റും ഇരിക്കുന്ന സിംഹാസനങ്ങളിൽ ഒരു കൂട്ടം, അവിടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടം, പിന്നെ മറ്റൊരു കൂട്ടം രാപ്പകൽ ഈ ആലയത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടം. ഇത്രയും കൂട്ടം. ഇനി അടുത്തത്, ഈ ഭൂമിയെ പുതുക്കി കഴിഞ്ഞതിന് ശേഷം പുതിയ ഭൂമിയിൽ വസിക്കുന്ന ഒരു കൂട്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ ജീവിക്കുന്നവരുടെ പ്രത്യാശയല്ല എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗത്തിലാണ് പോകുന്നു, എല്ലാവരും പോകും. പക്ഷെ എവിടെ പോകും എന്ന് പറയാൻ പറ്റുമോ? എവിടെ പോകും, എവിടെ പോകണം? അവിടെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ഈ പട്ടണത്തിൽ വിവിധ ഇടമുണ്ട്. ഒന്നൊക്കെ യെരൂശലേമിൽ അവകാശം കിട്ടുന്നവരുണ്ട്, സിയോനിൽ അവകാശം കിട്ടുന്നവരുണ്ട്, പുരോഹിതന്മാരുടെ അവകാശം കിട്ടുന്നവരുണ്ട്, സിംഹാസനത്തിൽ അവകാശം കിട്ടുന്നവരുണ്ട്. ഇതിലേറ്റവും ശ്രേഷ്ഠമായ കൂട്ടമാണ്
സിംഹാസനത്തിൽ അവകാശം കിട്ടുന്നവർ. അവരാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള വിശ്വാസികൾ. ഇന്ന് അവരിൽ ആർക്കും ആ അവകാശം പ്രാപിച്ചിട്ടില്ല. കാരണം ഇന്ന് അവർ വന്നുകൊണ്ടിരിക്കുക, വടക്ക് നിന്ന് വന്നുകൊണ്ടിരിക്കുക. വടക്ക് നിന്ന് അത് ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുക. അത് കർത്താവിൻ്റെ ഭരണം കഴിയുമ്പോഴേക്കും ഇവിടെ എത്തും. അതിനു മുമ്പ് ജനത്തെ അതിനുവേണ്ടി യോഗ്യരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. 1 കൊരിന്ത്യർ 3:10. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരു മീതെ പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് നമ്മൾ പഠിക്കുന്നത് കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ അടുത്ത പഠനമാണ്. അടിസ്ഥാനമിട്ട് മീതെ പണിയുക എന്നുള്ളത്. അടിസ്ഥാനം ഇടാനായിട്ട് ശുശ്രൂഷ ലഭിച്ചവരുണ്ട് ലോകത്ത്. എന്തുണ്ട്? അടിസ്ഥാനം ഇടാനായിട്ടുള്ള ശുശ്രൂഷ. നമ്മൾ ഈ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോഴേക്കും പണിയുന്നവർ എല്ലാവരും പണിയും, പക്ഷേ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം പണിക്കാരാണ്. അവരെ കൊണ്ടുവന്നിട്ട് തറയിടിക്കും, ഫൗണ്ടേഷൻ ഇടിക്കും. ഇതുപോലെ ഈ പ്രവൃത്തിക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള ഈ ഗോപുരത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ലഭിച്ചിട്ടുള്ള ശുശ്രൂഷകർ ദൈവം ഈ ലോകത്തിൽ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ശുശ്രൂഷയല്ല. നീ ചെറിയവൻ, ഞാൻ വലിയവൻ, ഞാൻ ചെറിയവൻ, നീ വലിയ, അങ്ങനെയല്ല. ഓരോരുത്തർക്കും ശുശ്രൂഷയാണ്. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷം 5 ശുശ്രൂഷകരെ നിയമിച്ചു. ആരൊക്കെയാണ്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ. 5 ശുശ്രൂഷകരെ നിയമിച്ചു. എന്നാൽ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ്. ഏത് ശുശ്രൂഷ? അടിസ്ഥാനമിടുന്ന ശുശ്രൂഷ. അത് ഇത്തിരി ശ്രദ്ധിക്കണേ. അടിസ്ഥാനമിടുന്ന ശുശ്രൂഷ. അടിസ്ഥാനം എവിടെ ഇടണേ? ഹൃദയത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഇരിക്കുക, നിങ്ങളുടെ ഉള്ളിൽ അടിസ്ഥാനം ഉണ്ടോ? വേദോസത്തിലെ വചനങ്ങളിൽ നല്ലൊരു ഭാഗം അറിയാം, പക്ഷെ അടിസ്ഥാനം ഉണ്ടോ? അപ്പോൾ ചോദിക്കാം, എന്താ അടിസ്ഥാനം? എന്താ അടിസ്ഥാനം? എന്താ പറ. റോമലേഖനം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കും. ഞാൻ മറ്റൊരുത്തൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല കർത്താവ്. മതി കേട്ടെ. അതായത് അപ്പോസ്തലനായ പൗലോസിന് ഒരു സ്വഭാവമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ കുറവളങ്ങാട് വന്നെന്നിരിക്കട്ടെ. കുറവളങ്ങാട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സഭകളിലും ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വരുവാണെങ്കിൽ ഈ കുറവളങ്ങാട് പരിസരങ്ങളിൽ സഭകളിലും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും. നോക്കണമെന്നറിയാമോ? നോക്കുന്നത് അടിസ്ഥാനം ഉള്ളതാണ്. വിശ്വാസം ഉണ്ടെന്നുള്ളതല്ല, പിന്നെന്തോ അടിസ്ഥാനം ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കും. അപ്പോൾ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ച് വെളിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തെ അറിഞ്ഞിട്ടുള്ളവനാണ് ആര്? അടിസ്ഥാനമുള്ളവൻ.
കർത്താവിന്റെ നാമം അറിയാതെയും വെളിപ്പെടാതെയും ഇരിക്കുന്നതിന് എന്തില്ല? അടിസ്ഥാനമില്ല. പൗലോസിന് ഒരു പ്രത്യേകതയുണ്ട്. വേറൊരാൾ അടിസ്ഥാനമൊക്കെ എടുത്ത് അദ്ദേഹത്തിന് കയറി പണിയുന്നത് ഇഷ്ടമല്ല. അത് നിങ്ങൾ കൊടുത്തോ. കാരണം ഈ അടിസ്ഥാനമില്ലാത്ത ജനം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുക. അപ്പോൾ തന്നെ വിശ്വാസികളാണ്. അപ്പോൾ തന്നെ സഭാവിശ്വാസികളാണ്. കർത്താവിന്റെ നാമത്തിലാണ് ഭൂതങ്ങളെ പുറത്താക്കും, അതിശയങ്ങൾ നടക്കും, എല്ലാ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇതില്ല. ഏതില്ല? നാമത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനമില്ല. നമ്മൾ രാവിലെ പഠിച്ചതനുസരിച്ച് യേശുവിൻ്റെ സഹോദരന്മാരായി തീർന്നിട്ടില്ല. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ സഭകളിലും വിശ്വാസികളുടെ ഇടയിലും മനുഷ്യരുടെ ഇടയിലും നാം നോക്കിയതിന് ശേഷം ഇവർക്ക് അടിസ്ഥാനം ഇല്ലെന്ന് കണ്ടാൽ, ഇവർക്ക് അടിസ്ഥാനം ഇല്ല എന്ന് കണ്ടാൽ, അപ്പോസ്തലനായ പൗലോസ് പിന്നെ സന്തോഷമായി. പിന്നെ അവിടെ ശുശ്രൂഷിക്കാൻ തുടങ്ങുക. എന്തിനു വേണ്ടിയിട്ട്? അടിസ്ഥാനമിടാൻ. അതുകൊണ്ടാണ് ശുശ്രൂഷകളിൽ ഭയങ്കര ശുശ്രൂഷയാണ് ഇത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എന്താണ് പറഞ്ഞത്? ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. അത് ദൈവം ഏൽപ്പിച്ചവരുണ്ട്. അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, അവർക്ക് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ശുശ്രൂഷ ദൈവം കൊടുക്കും. അങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് അടിസ്ഥാനം കിട്ടുന്നത്. ഈ അടിസ്ഥാനം ആണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ശുശ്രൂഷ. ബാക്കി ഓർത്തു കൊള്ളണം. 1 കൊരിന്ത്യർ 3:10 റോമാലേഖനം 15:19 മറന്നു പോകരുത്. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയാണ്. അവിടെ അടിസ്ഥാനം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ അടിസ്ഥാനത്തിന്മേലാണ് പിന്നെ പണി നടക്കുന്നത്. കർത്താവിന്റെ നാമത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നതെന്ന് പറഞ്ഞാൽ എബ്രായർ 6:1 വായിക്കാം. അതെ, വായിച്ചു. നിർജീവ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിച്ചുകൊള്ളുക. കർത്താവിന് സ്തോത്രം. അപ്പോൾ മൂലക്കല്ലാണ്, അടിസ്ഥാനക്കല്ലാണ് അപ്പോസ്തലനായ പൗലോസ് ഇട്ടത്. അപ്പോസ്തലനായ പൗലോസ് സഭയിൽ വന്നതിന് ശേഷം അടിസ്ഥാനം ഇട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? കർത്താവിൻ്റെ നാമത്തെ അവർക്ക് അറിയിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഞാനിവിടെ വന്ന് അവിടെ അടിസ്ഥാനം ഇട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അവിടെ വന്ന് കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് അറിവില്ലാതെയും വെളിപ്പാടില്ലാതെയും ഇരിക്കുന്ന ജീവിതങ്ങൾക്ക് ആ വെളിപ്പാടും അറിവും കൊടുത്തു. അങ്ങനെ വന്നാൽ ആ അടിസ്ഥാനം ആരാ? ആ അടിസ്ഥാനം ഞാൻ ഇട്ടതാണ്. അവരെക്കുറിച്ചാണ് വചനം പറയുന്നത്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ അറിയില്ല. ആ വാക്യം വായിച്ച് 4:14. നിങ്ങൾക്ക് എത്ര പാസ്റ്റർമാരെ അറിയാം? എത്രയോ കാലങ്ങളായിട്ട് എത്രയോ പാസ്റ്റർമാർ വന്നുപോയി, എത്ര ശുശ്രൂഷകർ വന്നുപോയി, എത്രയേറെ പ്രവാചകന്മാർ വന്നുപോയി. ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കർത്താവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തി അറിയിച്ചു തന്ന അടിസ്ഥാനമിട്ട ഒന്നിൽ കൂടുതൽ ആളുണ്ടാവില്ല, ഒരാളെ ഉണ്ടാവുള്ളൂ. അതാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് 10,000 പേര് ഉപദേശകന്മാരുണ്ടായിരിക്കും, പക്ഷേ പിതാക്കന്മാരെ അറിയില്ല. അപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൗതികമായൊരു അപ്പനുണ്ട്,
കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അപ്പനായി തീർന്നു. വിശ്വസിച്ചപ്പോൾ അബ്രഹാം അപ്പനായി തീർന്നു. കർത്താവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തി അപ്പോൾ വിശ്വാസത്തിൽ പിതാവായി തീർന്നു. നമുക്കൊരു പിതൃത്വം സഭയിൽ തന്നു. അപ്പോൾ എത്രയായി? 4. ഒന്നേതാ? ജഡപ്രകാരമുള്ള അപ്പൻ, സ്വന്തം അപ്പൻ, ജഡപ്രകാരം അപ്പൻ. 2 ദൈവാപ്പൻ. അതെങ്ങനെ കിട്ടും? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്ത് അന്നേരം കിട്ടി. പിന്നെ 3 അതുകൊണ്ട് വിശ്വാസികൾ എത്ര? അബ്രഹാമിൻ്റെ മക്കളെന്ന് വെപ്പിയിൽ വിശ്വസിച്ചപ്പോൾ എന്ത് കിട്ടി? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി തെളിയിച്ചപ്പോൾ അബ്രഹാം പിതാവായി. 4 ദൈവനാമം വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ അവരുടെ ഉള്ളിൽ ജീവൻ വന്നു. എന്തുകൊണ്ടാണ് ആത്മീയ പിതൃത്വം ഒരാൾ അവകാശപ്പെടാൻ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ പിതൃത്വം അവൻ അവകാശപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കനാ, നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല പറയുന്നത്, കാര്യം പറയണതാ. 10,000 പേര് നിങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ടെങ്കിലും നിങ്ങളെ പിതാവ് ഒരാളേ ഉള്ളൂ. ആ പിതാവ് ആരാ? ഞാനാ. കാരണം എന്താ? ഞാനാണ് നിങ്ങളെ ജനിപ്പിച്ചത്. ജനിപ്പിക്കണമെങ്കിൽ എന്ത് പുറപ്പെടണം? ജനിപ്പിക്കണമെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ കൂടി അവർ കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞിൻ്റെ അപ്പനായി തീരണമെങ്കിൽ ഈ സ്ത്രീയുടെ ഉള്ളിൽ ഈ ജീവൻ വരണം. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവൻ എങ്ങനെ ഇതിനകത്ത് വന്നു? 20:31 വായിക്കും. യോഹന്നാൻ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 20:31. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകണമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന് അവൻ്റെ ഉള്ളിൽ ജീവനെ കിട്ടുന്നതാണ് എന്ത്? നാമത്തിലുള്ള വിശ്വാസത്താൽ. ഒരാൾക്ക് നാമം വെളിപ്പെട്ട് കിട്ടുകയോ അറിയിച്ച് ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ നാമം, അവൻ്റെ ക്രിസ്തുവിൻ്റെ ജീവൻ ഉള്ളിലേക്ക് വരും. ആ സമയം മുതലാണ് അവർ തമ്മിൽ ആരായിട്ട് തുടങ്ങുന്നത്? പിതൃപുത്ര ബന്ധം തുടങ്ങുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ മക്കൾ ഇവരോട്, കൊരിന്ത്യരോട് ചോദിക്കുക, നിങ്ങളെങ്ങനെ ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ മക്കളായി? വല്ല സ്ഥലത്ത് കിടക്കുന്ന ആള് ആ മനുഷ്യൻ്റെ മക്കളായത് എങ്ങനെയാണ്? അവർക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് കർത്താവിൻ്റെ നാമം വെളിപ്പെടുത്തി അറിയിച്ച് ഞങ്ങളുടെ ഉള്ളിൽ അടിസ്ഥാനം ഇട്ട് തന്നതാണ്. ആ സമയം മുതലാണ് ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വന്നത്. ആ സമയം മുതലാണ് ഞങ്ങൾ തമ്മിൽ പിതൃപുത്ര ബന്ധം തുടങ്ങിയത്. ഇതാണ് ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ജനിക്കുമ്പോഴുള്ള അടിസ്ഥാനം ഇട്ട് പണിതു വരുന്നത്. ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ വായിച്ചു കേട്ട 6 അടിസ്ഥാനങ്ങൾ വരുന്നത്. ഏതൊക്കെയാണ്? നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിഷ്ടാവധി, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം എന്നിങ്ങനെയുള്ള 6 അടിസ്ഥാനങ്ങൾ ഈ കല്ലിൻ്റെ മേതെ പണിയാണ്. ഈ കല്ലിൻ്റെ മേതെ പണിതു കഴിഞ്ഞാൽ ഇതിൻ്റെ മേതെ പണിയേണ്ടതാണ്. നിങ്ങൾ അവിടെ എബ്രാഹിം പറയുകയാണ്, നിങ്ങൾ ഈ ആദ്യ വചനം വിട്ട് എന്നും അപ്പോസ്തലപ്രവൃത്തി 2:38 30 വർഷം മുമ്പ് കൺവെൻഷന് പ്രസംഗിച്ചത് അപ്പോസ്തലപ്രവൃത്തി 2:38. ഒരു മാറ്റമില്ല. ഈ 30-35 വർഷമായിട്ട് ഇന്നും പ്രസംഗിക്കുന്നത് അത് തന്നെ. എന്നാ അതിന് വ്യത്യാസമല്ല, എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? ഈ പറഞ്ഞ ആൾക്കും ഇതല്ലാതെ അതൊന്നും അറിയാൻ വേണം. കർത്താവിൻ്റെ വചനം പറയും, ഇത് വിട്, അടിസ്ഥാനം ഇട്ടല്ല, മൂലക്കല്ലിട്ട് അടിസ്ഥാനം ഇട്ട് അതിന് മേലെ 6 കല്ലും പണിത്, ഇനി അതിന് മേലിലേക്ക് പണി. എങ്ങനെ മേലിലേക്ക് പണിയത്?
ഇതുവ വിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ. ഇനി ക്രിസ്തു ആരെന്നറിയണം. ക്രിസ്തു ആരെന്നറിയും. കാരണം ക്രിസ്തു ആരെന്ന് അടിസ്ഥാനപ്പെട്ട അറിഞ്ഞവന്റെ ജീവിതം കണ്ടാൽ അറിയാം. കാരണം ക്രിസ്തു ആരെന്ന് അറിയേണ്ടതുപോലെ അറിഞ്ഞവൻ മാത്രമേ ലോകത്തെ വിടുള്ളൂ. ഇനി അവന്റെ ഹൃദയം ലോകത്തിലിരിക്കും. ക്രിസ്തുവേശനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഈ ലോകത്തെ ചവറുന്നു. അതാ പറയുന്നത്. നിങ്ങൾ ഗ്രഹിക്കണം, ക്രിസ്തു ആരെന്ന് ഗ്രഹിക്കണം. ആ വളർച്ചാ പൂർത്തീകരണം വരുമ്പോഴത്തേക്കും ഈ ലോകത്തിലേക്ക് നോക്കാത്തൊരവസ്ഥ വരും. ഈ ലോകത്തെ ഗണ്യമാക്കാത്തൊരവസ്ഥ വരും. ക്രിസ്തുവേശനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വന്നു കഴിഞ്ഞാൽ, ഈ പണി പൂർത്തിയായി കഴിഞ്ഞാൽ, ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ആ വളർച്ചാ പൂർത്തീകരണത്തിലെത്തി. ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും പ്രാപിക്കേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമേ തന്നെ എനിക്ക് അടിസ്ഥാനമുണ്ടോ, അടിസ്ഥാനം ഉള്ളിലുണ്ടോ? ഇല്ല എങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവിന്റെ നാമത്തെക്കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തണം. ആ നാമത്തിൻ്റെ ശ്രേഷ്ഠതകളും അതെങ്ങനെ ഉള്ളിൽ വരുന്നു, അത് നിമിത്തമുള്ള ജീവൻ എങ്ങനെ വരുന്നു, ഇതെല്ലാം വെളിപ്പെടുത്തി വെളിയിൽ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ഈ കാലങ്ങളിൽ ആയിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. ശൂന്യനടിസ്ഥാനം ആശയാവനിലത്രേ, യേശുയന്നടിസ്ഥാനം ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. എത്ര മധുരമാവൻ എനിക്കു പാട്ട്, എത്ര മധുരമാവൻ യേശുയന്നടിസ്ഥാനം ആശയാവനിലത്രേ, യേശുയന്നടിസ്ഥാനം ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ദുഃഖം ദാരിദ്ര്യമെത്തി വയ്ക്കുണ്ടോ ശക്തിയറ്റ്, ദുഃഖം ദാരിദ്ര്യമെത്തി വയ്ക്കുണ്ടോ ശക്തിയറ്റ്, കൊണ്ടു പോകുന്നവൻ കൈക്കു മേടിച്ചു നട, കൊണ്ടു